കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇനി കാത്തിരിക്കാൻ വയ്യ. ഈ 7 ദിവസം ഞങ്ങൾ തള്ളി നിൽക്കിയതിന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ആ ഒരു നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. വിഷമമില്ലായിട്ടോ കരയാഞ്ഞിട്ടോ കണ്ണുനീരില്ലാഞ്ഞിട്ടോ അല്ല. ഇപ്പോൾ ഒക്കെ പറ്റി എല്ലാം നമ്മൾ വേറൊരു അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥ ഇനിയും പോയാൽ നമ്മുടെ പലർക്കും പല രീതിയിലുള്ള വേറെ കാത്തിരിക്കുകയല്ലേ. അപ്പം നമുക്കൊരു ഉത്തരം വേണ്ടേ? കാരണം ഭൂമി പിളർന്ന് പോയിട്ടില്ല ലോറി. മലേൻ്റെ അടിയിലേക്കും പോകാൻ സാധ്യതയല്ല. ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനി ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ സ്ഥലം നോക്കാണ്ട് അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വളരെ സങ്കടകരമായ ഒരു വാർത്ത ഇപ്പൊ നമുക്ക് ന്യൂസ് ചാനലുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിയാണ്. അതായത് അർജുനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോ കരയിലുള്ള തെരച്ചിലിൽ ഇനി പ്രാധാന്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇന്ന് ഒരു ഉച്ചയോടുകൂടി ഈ റഡാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധനയുടെ ഇടയ്ക്ക് ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് എല്ലാവരും വളരെ പ്രതീക്ഷയിലായിരുന്നു. കാരണം അത് വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും എന്നൊക്കെ കരുതി അവിടെ പരിശോധനകളെല്ലാം നടത്തി. പക്ഷെ കരയിൽ വണ്ടി ഇല്ല എന്നുള്ളതിൽ ഇപ്പൊ ഏകദേശം ഉറപ്പായി. ഇനിയിപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന ചെറിയൊരു ചാൻസ് എന്ന് പറയുന്നത് പുഴയിലാണ്. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അർജുന്റെ വരവ്. ഇനി അർജുൻ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ചരിത്രം തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ അർജുന്റെ വീട്ടുകാരാണെങ്കിൽ പോലും അവരും ആകെ തളർന്നു കഴിഞ്ഞു. കാരണം അവർക്കും മനസ്സിലായി ഇപ്പൊ 7ാം ദിവസമാണ്. ഇനി അർജുനെ ഒരു ആപത്തും കൂടാതെ കിട്ടും എന്നുള്ള കാര്യത്തില് ആർക്കും വലിയ ഉറപ്പൊന്നും ഇല്ല. കാരണം നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ ഈ ഇത്രയും ദിവസമായിട്ട് ഈ ഒരു പ്രതീക്ഷയിലായിരുന്നു അർജുനെ തിരിച്ചു കിട്ടും, അർജുൻ ഒരാപത്തും കൂടാതെ തിരിച്ചെത്തും. കാരണം കരയിൽ മണ്ണിനടിയിൽ ആ ഒരു വണ്ടിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷ അല്ലെ ഒരു ശുഭ വാർത്ത കേൾക്കാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം നമ്മളെ നിരാശയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കാരണം സൈനികരെത്തി, അവർ ഇന്നലെ വന്ന് തെരച്ചിൽ നടത്തി, ഇന്നും അതുപോലെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ കരയിലൊന്നും ഈ ഒരു വണ്ടിയോ അല്ലെങ്കിൽ അർജുനെയോ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ അവര് പറയുന്നത് മണ്ണിനടിയിൽ അർജുനോ അല്ലെങ്കിൽ വണ്ടിയോ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുഴയിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള ചില നിഗമനങ്ങളാണ്. ഇപ്പൊ ഇനി എന്തായാലും ഇന്നത്തെ തെരച്ചിലും ഏകദേശം കണക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം കുറച്ച് സമയത്തിന് ശേഷം അവർ തെരച്ചിൽ നിർത്തും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്കും ഇനി പറയാനുള്ളത്, ഇനി അർജുനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു ശുഭവാർത്ത കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. കാരണം നിരാശ തന്നെയാണ് നമുക്ക് ഇപ്പൊ ഈ തെരച്ചിലിൽ നിന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നത്. കാരണം വെള്ളത്തിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതെന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും അർജുന്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ ഇപ്പൊ ആകെ അവര് തളർന്നു കഴിഞ്ഞു. അവർക്കിനി വേറെ അവർക്ക് ഓപ്ഷൻ ഇല്ല. കാരണം ഇനിയിപ്പോ അവര് എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. കാരണം 7ാം ദിവസമാണ് ഇത്. ഇന്നും അതായത് ഇന്നലെ അർജുനെ കണ്ടെത്തേണ്ടതായിരുന്നു, അത് നടന്നില്ല. ഇന്നും ലാസ്റ്റ് ഒരു പ്രതീക്ഷയായിരുന്നു. അപ്പൊ ഇനിയും അവര് പറയുന്നത് അവർക്ക് കാത്തിരിക്കാൻ വയ്യ. കാരണം അവര് അക്സെപ്റ്റ് ചെയ്യുവാണ് ഇനി അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നാണ് അർജുന്റെ സഹോദരി ആണെങ്കിലും വാർത്തകളോടൊക്കെ പറയുന്നത്, മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഒരു പ്രതീക്ഷകളോടുകൂടി നമ്മുടെ കേരളക്കരെ പ്രാർത്ഥിച്ചിരുന്നിട്ട് കണ്ണീരോടെ എല്ലാവരും ആ വീട്ടുകാരും നാട്ടുകാരും നമ്മുടെ കേരളം മൊത്തം പ്രാർത്ഥിച്ചിരുന്നത് അർജുനെ തിരിച്ചു കിട്ടും, അർജുൻ തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു. പക്ഷെ അർജുന്റെ ഒരു നിഴല് പോലും കണ്ടുപിടിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കരയിൽ അതായത് മണ്ണിനടിയിൽ അർജുന്റെ വണ്ടിയോ അല്ല അർജുനോ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും തെരച്ചിൽ നടത്തുന്ന എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്നും 1-2 സ്ഥലത്ത് നിന്നും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ സിഗ്നലൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ കുഴിച്ചിട്ടും അവിടെ നിന്നൊക്കെ മണ്ണ് മാറ്റിയിട്ടും അവിടെ വണ്ടിയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ഇനിയിപ്പോ പുഴയിലായിട്ടാണ് അവര് തെരച്ചിലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ പുഴയിലേക്ക് ആണ് തെരച്ചിൽ നടത്താൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എന്താ പറയാ, എല്ലാവരും നിരാശയിലായെന്ന് വേണം പറയാനായിട്ട്. വീട്ടുകാരുൾപ്പെടെ ഇനി അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പൊ അവരിലേക്കും എത്തിക്കഴിഞ്ഞു. കാരണം ഇന്നലെ വരെ അല്ലെ ഇന്ന് രാവിലെ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുനെ കുറിച്ച് എന്തെങ്കിലും കിട്ടും, അല്ലെ അർജുനെ ഇന്ന് കണ്ടെത്തും എന്നൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി അർജുൻ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെ ആയിരിക്കും. കാരണം മണ്ണിനടിയിലാണ്, മണ്ണിനടിയില് വണ്ടിയുടെ ക്യാബിനുള്ളിലാണെങ്കിൽ അർജുൻ ജീവിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇതിപ്പോ മണ്ണിനടിയിൽ വണ്ടിയുമില്ല, ആളുമില്ല, ആ വണ്ടി പുഴയിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള നിഗമനങ്ങളിലേക്കാണ് ഇപ്പൊ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അതായത് ഈ തെരച്ചിൽ നടത്തുന്നവര് എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല.
നമ്മൾ ഇനി ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി എന്താ പറയാ, നമ്മൾ ഇനി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവരുടെ വീട്ടുകാരത് ആ ഒരു ദുരന്തം അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇനി അർജുൻ തിരിച്ചെത്തില്ല എന്നുള്ള ആ ഒരു അവരത് അക്സെപ്റ്റ് ചെയ്യാൻ അവര് തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളും അങ്ങനെ തന്നെ. എങ്കിൽ പോലും ചെറിയൊരു പ്രതീക്ഷ ബാക്കിയുണ്ട്. അർജുനെ കിട്ടും എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ആപത്തൊന്നും കൂടാതെ ആ ഒരു ചെറുപ്പക്കാരനെ അവരുടെ വീട്ടുകാർക്ക് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പക്ഷെ എന്തോ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. കാരണം ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കേരളക്കരയാകെ മൊത്തത്തില് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും ദൈവം ഈ ഒരു പ്രാർത്ഥന കേൾക്കുന്നില്ല, അവരെ കാണിച്ചു തരുന്നില്ല. സത്യം പറഞ്ഞാൽ അവൻ ജീവനോടെ ഉണ്ടോ അല്ലെ ഇല്ലേ ഒന്നും ദൈവം കാണിച്ചു തരുന്നില്ല. ഇതിൽ എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവരും ഈ ഒരു സംഭവത്തില് എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ചെറുപ്പക്കാരെ അങ്ങോട്ടേക്ക് അർജുന തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഒക്കെ ഭയങ്കര നിരാശയിലാണ്. പക്ഷെ എങ്കിലും ഈ കർണാടക സർക്കാരിന്റെ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ തെരച്ചിലും കാര്യങ്ങളും നിർത്തി പോയാലും നമ്മുടെ മലയാളികൾ അവിടെ ഇന്ന് രാത്രിയും തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടരുമെന്നാണ് പറയുന്നത്. അവിടെയും കാലാവസ്ഥ വളരെ മോശമാണ്. എങ്കിൽ പോലും അവരവിടെ തിരച്ചിൽ നല്ല രീതിയിൽ നടത്തുകയായിരുന്നു. പക്ഷെ കരയില് അതായത് ഈ കരയിലുള്ള മണ്ണിനടിയിൽ വണ്ടിയോ അല്ലെ അർജുനോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പുഴയിലേക്കുള്ള തെരച്ചിലാണ്. പുഴയിലേക്കാണ് വീണിരിക്കുന്നതെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുടുംബം അവര് തകർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്കായി. എന്തായാലും അവർക്ക് എന്ത് വാർത്തയാണ് ഇനി വരുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്ത് വാർത്ത വന്നാലും അത് സഹിക്കാനും അത് താങ്ങാനുള്ള ശക്തി ആ കുടുംബത്തിനും അർജുന്റെ ഭാര്യയ്ക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി ഒരു ശുഭവാർത്ത കേൾക്കുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്കില്ല. കാരണം 7ാം ദിവസമാണ്. ഇനിയും അർജുൻ അതിജീവിച്ച് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ പറയുമ്പോഴും മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇനി പൊരുത്തപ്പെടാതെ വേറെ വഴിയില്ല. അപ്പൊ എന്തായാലും എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ഒരു ശുഭവാർത്ത കിട്ടുമായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.